ഹിന്ദി ഉറുദു ഭാഷകളിലൊരു പ്രയോഗമാണ് ഫൂൽ ഫുലയ്യ എന്നത്. അതായത് ഊരാ കൊടുക്കുന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഒരു സ്ഥലത്ത് കയറിയിട്ട് തിരിച്ചിറങ്ങാൻ വഴിയില്ലാതെ അലയുന്നതിനെ കുറിച്ചിട്ടാണ് ആ വാചകം പറയാറുള്ളത്. അതൊരു ചരിത്ര സ്മാരകമായ ബഡാ ഇമാംബ്ര എന്ന യുപിയിലെ ഒരു ചരിത്ര സ്മാരകവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ വാചകം വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാനല്ല അത് ഉപയോഗിച്ചത്, കേരളത്തിലെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചിട്ടാണ്. ഏതാണ്ട് ഫുൽഫുലയ്യയിൽപ്പെട്ടതുപോലെയാണ്, അകത്ത് കയറിയാൽ തിരിച്ചിറങ്ങാൻ വഴിയില്ലാത്ത ഫുൽഫുലയ്യ എന്ന ഒരവസ്ഥയിൽപ്പെട്ടതുപോലെയാണ് കേരളത്തിലെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ സർക്കാരും കേരളീയ സമൂഹവുമുള്ളത്. എന്താണ് കേരളത്തിലെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ? നിലവിൽ കേരളത്തിലെ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ മരവിപ്പിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നു. സുപ്രീം കോടതിയിൽ വഖഫ് ബോർഡ് അത് സംബന്ധിച്ച കേസുമായി മുന്നോട്ട് പോവുകയാണ്. വഖഫ് ബോർഡിനെ കേൾക്കാമെന്ന് സുപ്രീം കോടതി സമ്മതിച്ചിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ആ പ്രശ്നത്തെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്താൽ, കേരളത്തിലെ വഖഫ് ബോർഡിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള പ്രശ്നങ്ങൾ നിലവിൽ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിട്ടുള്ള വഖഫ് നിയമവുമായി അല്ലെങ്കിൽ അഥവാ ഉമീദ് നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഉമീദ് നിയമം അനുസരിച്ചിട്ടാണ് വഖഫ് ബോർഡുകൾ, സംസ്ഥാന വഖഫ് ബോർഡുകൾ രൂപവൽക്കരിക്കേണ്ടത് എന്നതാണ് നിലവിലുള്ള അവസ്ഥ. നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് നിയമങ്ങളിൽ വഴിയായിരുന്നു സംസ്ഥാന വഖഫ് ബോർഡുകൾ ഉണ്ടാക്കിയിരുന്നത്. നിലവിൽ ഉമീദ് നിയമം അനുസരിച്ചിട്ടുള്ള വഖഫ് ബോർഡാണ് കേരള സർക്കാർ, പ്രത്യേകിച്ച് പിണറായി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. പക്ഷേ സംഭവിച്ചൊരു കാര്യം, ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡിൽ ഉണ്ടാകേണ്ടുന്ന 2 അമുസ്ലിം നിയമനങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് BJP നേതാവ് ഷോൺ ജോർജ് കൊടുത്തിട്ടുള്ള ഒരു ഹർജിയുണ്ട്. കൂടാതെ 3 ഹർജികൾ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് ഷിയ മുസ്ലിങ്ങൾക്ക് വഖഫ് ബോർഡിൽ പ്രാതിനിധ്യം നൽകിയില്ല എന്ന് പറഞ്ഞൊരു ഹർജിയും, ബോറ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയില്ല എന്ന് പറഞ്ഞ മറ്റൊരു ഹർജിയും, ഈ വഖഫ് ബോർഡിൻ്റെ നിയമനം തന്നെ ശരിയായ രീതിയിലല്ല എന്ന് പറഞ്ഞ മറ്റൊരു ഹർജി. ഇങ്ങനെ 4 ഹർജികൾ ഒന്നിച്ച് ചേർത്തുകൊണ്ടാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ആ പരിഗണനയിടയിലാണ് 2 അമുസ്ലിം നിയമനങ്ങളുടെ പ്രശ്നത്തിൽ ഇപ്പോൾ അത് വെച്ചുകൊണ്ട് ഹൈക്കോടതി വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ മരവിപ്പിച്ചത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വഖഫ് ബോർഡ് നിയമിക്കപ്പെടുന്നത്? കേരളത്തിൽ വർഷങ്ങളായി വഖഫ് ബോർഡുകളുണ്ട്. വിവിധ സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ വഖഫ് ബോർഡുകൾ നിയമിക്കപ്പെടാറുണ്ട്. അതിൽ എപ്പോഴും ഭരണകക്ഷി ആരാണ്, അവരുടെ താല്പര്യമനുസരിച്ചിട്ടാണ് വഖഫ് ബോർഡുകൾ രൂപവൽക്കരിക്കപ്പെടാറുള്ളത്. പക്ഷേ കേരളത്തിലെ LDF സർക്കാരായാലും UDF സർക്കാരായാലും വന്നിട്ടുള്ള സർക്കാരുകളെല്ലാം പാലിച്ചിരുന്നൊരു മര്യാദ ഉണ്ടായിരുന്നു വഖഫ് ബോർഡ് നിയമനങ്ങളിൽ, വഖഫ് ബോർഡിൻ്റെ രൂപീകരണത്തിൽ. സ്വന്തം സർക്കാരിന് താല്പര്യമുള്ളവരാണെങ്കിലും അത് വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അതിൽ ഇപ്പോൾ MPമാരുടെ കോട്ടയുണ്ട്, MLAയുടെ കോട്ടയുണ്ട്, അഭിഭാഷകരുടെ കോട്ടയുണ്ട്, മത പണ്ഡിതരുടെ കോട്ടയുണ്ട്, മുത്തവല്ലിമാരുടെ അഥവാ ഭരണ നേതൃത്വം വഹിക്കുന്നവരുടെ കോട്ടയുണ്ട്, പള്ളികളുടെ വഖഫ് സ്വത്തുക്കളുടെ ഭരണ നേതൃത്വം വഹിക്കുന്നവരുടെ കോട്ടയുണ്ട്. അങ്ങനെയാണ് ഉദ്യോഗസ്ഥ പ്രാതിനിധ്യമുണ്ട്. ഇതെല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റിയെ, പ്രത്യേകിച്ച് വഖഫുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കാറ്റഗറിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ നിയമിക്കാൻ സർക്കാർ ശ്രദ്ധിച്ചിരുന്നു. മുസ്ലിങ്ങളിൽപ്പെട്ട മിക്കവാറും എല്ലാ സംഘടനകളുടെയും പ്രാതിനിധ്യം അതിനകത്ത് വരുത്താൻ, മുസ്ലിം മത സംഘടനകളുടെ പ്രാതിനിധ്യം വരുത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ പിണറായി സർക്കാർ അവസാന കാലത്ത് രൂപീകരിച്ച വഖഫ് ബോർഡ്, അതായത് ഉമീദ് നിയമം വന്നതിന് ശേഷം രൂപീകരിച്ച ആദ്യ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാർ വളരെ തന്ത്രപരമായ സമീപനമാണ് സ്വീകരിച്ചത്. ഉമീദ് നിയമത്തിൻ്റെ ചില സാധ്യതകൾ ഉപയോഗപ്പെടുത്തി, എന്നാൽ തന്ത്രപരമായി ഞങ്ങൾ ഉമീദ് നിയമത്തിൻ്റെ ചില വ്യവസ്ഥകൾക്കെതിരാണ് എന്ന് കൂടി തോന്നിപ്പിക്കുന്ന തരത്തിൽ വളരെ തന്ത്രപരമായിട്ട് കൃത്യമായി CPM അനുഭാവികളെയും ഇടതുപക്ഷ അനുഭാവികളെയും മാത്രം, അതായത് വഖഫുമായി ബന്ധമല്ല പരിഗണിച്ചത്, അത് പാർട്ടി അനുഭാവം മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വഖഫ് ബോർഡാണ് കഴിഞ്ഞ സർക്കാർ രൂപീകരിച്ചത്. ആ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. അന്ന് തന്നെ പല ആളുകളും അത് ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ അതിലെ അംഗങ്ങളെ പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. അതിനകത്ത് മുസ്ലിം കേരളത്തിലെ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിനിധികൾ ഇല്ല, പകരം പാർട്ടി പ്രതിനിധികളാണുള്ളത്. അങ്ങനെയുള്ള വഖഫ് ബോർഡാണ് രൂപീകരിച്ചത്. എന്നാൽ ഈ ഉമീദ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന 2 അമുസ്ലിങ്ങളെ നിയമിക്കണമെന്ന വ്യവസ്ഥ അവർ പാലിച്ചിട്ടില്ല എന്നത് പ്രത്യേകമാണ്. മുസ്ലിങ്ങളുടെ കൈയടി കിട്ടുവാനുമാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ കൈയടി കിട്ടുകയും വേണം, എന്നാൽ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ നിയമിക്കരുത് എന്ന, അങ്ങനെയല്ല വേണ്ടത്, പാർട്ടി നിയന്ത്രണത്തിലുള്ള ഒരു വഖഫ് ബോർഡാകണം എന്ന് വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള സർക്കാരുകളൊന്നും അങ്ങനെയല്ല. 1ാം പിണറായി സർക്കാർ അടക്കമുള്ള കേരളത്തിൽ അതിനു മുമ്പുള്ള സർക്കാരുകളെല്ലാം ചെയ്തിരുന്നത് വഖഫ് നിയമിക്കുമ്പോൾ പാർട്ടി താല്പര്യം പരിഗണിക്കുമെങ്കിലും അത് പരിഗണിക്കാറില്ല. പിന്നെ ഇവർക്ക് അനുകൂലമായി വന്ന മറ്റു പല 1-2 ഘടകങ്ങളുണ്ട് ഉമീദ് നിയമത്തിൽ. അതിലൊന്ന്, ഇപ്പോൾ മുത്തവല്ലിമാരുടെ കോട്ട, അത് വോട്ട് ചെയ്തായിരുന്നു പണ്ട് എടുത്തിരുന്നത്. അത് പകരം നോമിനേഷനാണ്. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് സർക്കാർ നോമിനേറ്റ് ചെയ്യാം. MLAമാരുടെ കോട്ട, അത് മുസ്ലിം MLAമാരുടെ നിന്ന് തിരഞ്ഞെടുക്കണമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, സർക്കാർ നോമിനേറ്റ് ചെയ്യാം. MPമാരുടെ കോട്ട, ഇത് 3ഉം വളരെ തന്ത്രപരമായി ഇങ്ങനത്തെ നോമിനേഷൻ നേരത്തെ ഡെമോക്രാറ്റിക്കായി എലക്ട് ചെയ്തിരുന്ന കോട്ടകൾ കൂടി നോമിനേഷൻ വഴിയായതോടുകൂടി ആ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പക്ക പാർട്ടിക്കാരെ തന്നെ എല്ലായിടത്തും നിയമിക്കാൻ ഇടത് സർക്കാർ ധൈര്യപ്പെട്ടത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉമീദ് നിയമത്തിൻ്റെ ഒരു സാധ്യതയെ അവർ ഉപയോഗിച്ചു.
എന്നാൽ ഉമീദ് നിയമത്തിനൊത്തുണ്ടായിരുന്ന രണ്ട് മുസ്ലിങ്ങളെ വെക്കാതിരിക്കുക എന്നത് ഉമീദ് നിയമത്തെ വേറൊന്നുണ്ട്, ഷിയ പ്രതിനിധിയും വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ രണ്ട് കാര്യം കേരളത്തിലെ പൊതുവേ ഷിയ വഖഫ് അധികമൊന്നും ഇല്ലാത്ത കേരളത്തിൽ ഷിയ പ്രതിനിധിയെ വെക്കാതിരിക്കുന്നതും പൊതു മുസ്ലിങ്ങളുടെ പിന്തുണ കിട്ടുമെന്ന് കരുതിക്കൊണ്ടായിരിക്കണം. എന്തായാലും അങ്ങനെയാണ് വഖഫ് ബോർഡ് രൂപീകരിച്ചത്. ഇതാണ് ഇപ്പോൾ കേസിലേക്ക് എത്തിയത്. ഇപ്പോൾ ഈ കേസിലേക്ക് എത്തുന്നതിന് കാരണം, ഇപ്പോൾ ഈ കേസിൽ UDF സർക്കാർ സ്വീകരിച്ച സമീപനം അതിനേക്കാൾ അലംഭാവപരവും എന്നാൽ നിരുത്തരവാദപരവുമാണ്. ദേശീയ തലത്തിൽ തന്നെ ഈ ഉമീദ് നിയമത്തിനെതിരാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഒക്കെ. അപ്പോൾ അതിൽപ്പെട്ട കക്ഷികളാണ് കേരളത്തിലെ LDF ആയാലും UDF ഒക്കെ ആയാലും, കോൺഗ്രസ്, മുസ്ലിം ലീഗ് അടങ്ങുന്ന UDF ആയാലും, CPM അടങ്ങുന്ന LDF ആയാലും ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കക്ഷികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉമീദ് നിയമത്തിനെതിരെ നിൽക്കേണ്ട രണ്ട് കൂട്ടരാണ്. പക്ഷേ ഈ കേസിൽ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ജാജു വകുപ്പാണ് കോടതിയിൽ സർക്കാരിന് വേണ്ടി ഹാജരായത്, ഹൈക്കോടതിയിൽ. അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞത് ഉമീദ് നിയമം അനുസരിച്ച് വഖഫ് ബോർഡിനെ പുനഃസംഘടിപ്പിക്കാൻ സർക്കാർ സന്നദ്ധമാണെന്നാണ്. അപ്പോൾ ഇത് തീർച്ചയായും അതിൻ്റെ അർത്ഥം രണ്ട് അമുസ്ലിങ്ങളെ നിയമിക്കുന്ന, ഷിയ പ്രതിനിധിയെ നിയമിക്കുന്ന തരത്തിലേക്ക് വഖഫ് ബോർഡ് മാറ്റാമെന്ന് അദ്ദേഹം സമ്മതിച്ചു എന്നതാണ് ഇപ്പോൾ ഇടതുപക്ഷം നൽകുന്ന വ്യാഖ്യാനം. തീർച്ചയായും അങ്ങനെ വ്യാഖ്യാനിക്കാവുന്ന കാര്യം തന്നെയാണ്. ഇത് കോൺഗ്രസിൻ്റെ സമീപനത്തിനെതിരാണ്. ഇപ്പോൾ കേരള സർക്കാർ, UDF സർക്കാർ ദേശീയ തലത്തിൽ കോൺഗ്രസ് എടുക്കുന്ന സമീപനത്തിന് പകരം സംഘപരിവാർ അനുകൂല സമീപനം സ്വീകരിക്കുന്നു എന്ന ഒരു സംശയം മുസ്ലിം സംഘടനകളിലും ജനങ്ങളിലും ജനിപ്പിക്കാൻ ഇത് ഇടയാക്കുന്നുണ്ട്. ഇത് തിരുത്താൻ സർക്കാർ സന്നദ്ധവുമായിട്ടില്ല. ഇതിനെ ന്യായീകരിക്കുന്ന നടപടിയാണ് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. രണ്ടാമതൊരു കാര്യം മുനമ്പം പ്രശ്നമാണ്. ഇപ്പോൾ മുനമ്പം പ്രശ്നത്തിൽ വളരെ സങ്കീർണമായൊരു പ്രശ്നമാണ് മുനമ്പം പ്രശ്നം കേരളത്തെ സംബന്ധിച്ച്. അതിൽ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണ് എന്നാണ് മുസ്ലിങ്ങളുടെ പൊതുവായ നിലപാട്, സമീപനവും. പക്ഷേ അതേസമയം മുനമ്പത്തെ ഭൂമിയിൽ വില കൊടുത്ത് വാങ്ങിയ ആളുകളുണ്ട്. ആ വില കൊടുത്ത് വാങ്ങിയ ആളുകളെ ഒഴിപ്പിക്കരുത് എന്ന് മുസ്ലിം സംഘടനകളുടെ പൊതുവായ അഭിപ്രായമുണ്ട്. അപ്പോൾ ഇതിനൊരു മീഡിയേഷനിലൂടെ രമ്യമായി പരിഹരിക്കണമെന്നാണ്. അതേസമയം VD സതീശൻ്റെ നിലപാട് അങ്ങനെയല്ല. മുനമ്പം വഖഫ് ഭൂമിയല്ല എന്നാണ് VD സതീശൻ്റെ നിലപാട്. വഖഫ് ബോർഡിൻ്റെ നിലപാട് ഇത് വഖഫ് ഭൂമിയാണ് എന്നതാണ്. സ്വാഭാവികമായിട്ടും വഖഫ് ബോർഡിൻ്റെ സാങ്കേതികമായതാണ് പറയാൻ കഴിയുക. പക്ഷേ ഇതിലിടയ്ക്ക് മീഡിയേഷൻ്റെ കാര്യങ്ങൾ നിലനിൽക്കെയാണ് മെയ് 16 ഉമീദ് പോർട്ടലിൽ വഖഫ് ഭൂമിയായിട്ട് മുനമ്പം ഭൂമി രജിസ്റ്റർ ചെയ്തത്. മെയ് 16 എന്ന് പറയുന്ന ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. മെയ് 4 കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. മെയ് 18 പുതിയ സർക്കാർ വന്നത്. പുതിയ സർക്കാർ വരുന്നതിന് മുമ്പ് എന്തായാലും UDF സർക്കാരാണ് വരുന്നതെന്ന് ഉറപ്പായ ശേഷം ഒരു വലിയൊരു ആപ്പ് വെച്ചു കൊടുക്കുകയാണ്, സർക്കാരിന് ചെയ്തു കൊടുക്കുകയാണ് വഖഫ് ബോർഡ് ചെയ്തത്. ഇപ്പോൾ ഈ കേസിൽ കേരള സർക്കാർ ഈ വഖഫ് ബോർഡിനെ ദുർബലപ്പെടുത്തണം, മരവിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു കാരണം, ഒന്ന് CPMൻ്റെ പാർട്ടി നിയമനമാണിത്. CPMൻ്റെ പാർട്ടി കേന്ദ്രത്തിൽ നിയന്ത്രിക്കാവുന്ന ഒരു വഖഫ് ബോർഡാണ് ഉള്ളത് എന്നതുകൊണ്ടാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഈ ഒരു സമീപനം കൂടിയാണ്. ഈ രണ്ട് സമീപനങ്ങളുണ്ട്. ഈ രണ്ട് സമീപനങ്ങളും അപകടകരമാണ്. വഖഫ് ബോർഡ് ചെയ്ത സമീപനവും അപകടകരമാണ്, സർക്കാർ ചെയ്ത സമീപനവും ഇതിനകത്ത് അപകടകരമാണ്. ഇത് ഒരു ഫുൽഫിലയിൽപ്പെട്ട ഒരവസ്ഥയാണ് കേരള സർക്കാർ ഈ വഖഫ് പ്രശ്നത്തിലുള്ളത്. വഖഫ് ബോർഡും അതിൽപ്പെട്ടൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ഇത് വളരെ രമ്യമായി പരിഹരിക്കുകയും വഖഫിൻ്റെ പ്രവർത്തനം, വഖഫ് എന്ന് പറഞ്ഞാൽ വഖഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വഖഫിൻ്റെ സ്വത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ് എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അള്ളാഹുവാണ് വഖഫിൻ്റെ ഉടമസ്ഥൻ എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിന് ദാനം ചെയ്യുന്ന വിശ്വാസികൾ വിശ്വാസപൂർവ്വം ദാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് കൈകാര്യം ചെയ്യേണ്ടത് ആരാണ് എന്നത് വലിയൊരു പ്രശ്നമാണ്. ഇത് കൈകാര്യം ചെയ്യേണ്ടത് അതിനെ കൈകാര്യം ചെയ്യാൻ യോഗ്യരായ മനുഷ്യരായിരിക്കണം എന്നതാണ്. അത് CPMൻ്റെ പാർട്ടി ഓഫീസിൽ നിന്നോ UDFൻ്റെ കേന്ദ്രത്തിൽ നിന്നോ അല്ല നിയന്ത്രിക്കേണ്ടത്. അത് അത്തരത്തിലുള്ള ആളുകളെയാണ് നീക്കേണ്ടത്. ഉമീദ് നിയമം എന്ന് പറയുന്നത് ഈ വഖഫ് സ്വത്തുക്കളെ അന്യാധീനപ്പെടുത്താൻ വേണ്ടിയും അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയും അതില്ലാതാക്കാൻ വേണ്ടിയും സംഘപരിവാർ ആസൂത്രണം ചെയ്ത നിയമമാണ് എന്നതിൽ തർക്കമില്ല. അപ്പോൾ ആ നിയമത്തിൻ്റെ മറ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ LDFും UDFും തമ്മിലുള്ള ഈ കളി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ സംഘപരിവാറിന് ആത്യന്തികമായി അനുകൂലമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായും മുസ്ലിം സംഘടനകൾ, സമുദായ സംഘടനകൾ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കുകയും അവർ ഐക്യപ്പെടുകയും ഇതിന് ഒരു വളരെ തന്ത്രപരവും ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം എന്നതാണ്. ഇതിനകത്ത് ഇടതുപക്ഷവും കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കളികൾ, അല്ലെങ്കിൽ ലീഗ്, കോൺഗ്രസ്, ഇടതുപക്ഷം ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കളികൾ കടന്നു വരാതിരിക്കാനും അതുവഴി സംഘപരിവാറിന് മുതലെടുപ്പ് ഉണ്ടാക്കാതിരിക്കാനുമുള്ള അവസരം ഉണ്ടാക്കണം എന്നതാണ് ഇതിനകത്ത് ചെയ്യേണ്ടുന്നൊരു കാര്യം. ഇത് വളരെ സംയമനത്തോടു കൂടിയും സന്തുലിതത്തോടുകൂടിയും കൈകാര്യം ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഇതിനെ അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് BJPക്ക് സംഘപരിവാറിന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ഒരു വഴിയാക്കി ഈ വഖഫ് ബോർഡിനെയും വഖഫ് സ്വത്തുക്കളെയും മാറ്റരുത് എന്നതാണ് കേരളത്തിലെ മതേതര വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളുമൊക്കെ ആഗ്രഹിക്കുന്നത്. ആ സമീപനം VD സതീശൻ സർക്കാർ പുലർത്തുകയാണ് ചെയ്യേണ്ടത്.